പ്രിയമുള്ള പ്രേക്ഷകരെ, നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ 2025 ഫെബ്രുവരി മാസം 7-ാം തീയതി, അതായത് 1200 മകരമാസം 25-ാം തീയതി വെള്ളിയാഴ്ചത്തെ ശുക്രവാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. നാളെ തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:50-നും അസ്തമയം വൈകിട്ട് 6:27-നുമാകുന്നു. നാളെ വെള്ളിയാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്ക് സുപരിചിതമാണ്. കാലത്ത് 10:30 മുതൽ 12 മണി വരെയുള്ള 1.5 മണിക്കൂർ ദൈർഘ്യ സമയമാകുന്നു രാഹുകാലം. എന്നാൽ ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്തോ ഗുളികകാലത്തോ അനുഷ്ഠിക്കാറില്ല. നാളത്തെ നക്ഷത്രം രോഹിണി നക്ഷത്രമാകുന്നു. വളരെ ശുഭ നക്ഷത്രമാകുന്നു രോഹിണി നക്ഷത്രം. അത് ക്രിയാത്മകമായ സൃഷ്ടി നക്ഷത്രമാകുന്നു. നാളത്തെ തിഥി വെളുത്തപക്ഷത്തിലെ ദശമി തിഥിയാകുന്നു. തിഥി നന്നായാൽ പലപ്പോഴും സാമ്പത്തികമായ ഔന്നത്യമുണ്ടാകും. നിങ്ങൾ ശ്രദ്ധിക്കണം, നല്ലൊരു ശുഭ വാരമാണ് നാളെ വെള്ളിയാഴ്ച. നല്ല ശുഭ നക്ഷത്രമാണ് രോഹിണി. ശുഭ തിഥിയാണ് വെളുത്തപക്ഷത്തിലെ ദശമി. അതിനാൽ നിങ്ങൾക്ക് എല്ലാ ശുഭകാര്യങ്ങളും നാളെ അനുഷ്ഠിക്കാം. വെള്ളിയാഴ്ച സ്ത്രീകളും നാൽക്കാലികളും ഗർഭിണികളും സഞ്ചരിക്കാത്ത ദിനങ്ങളാണ് വെള്ളിയാഴ്ചയും ബുധനാഴ്ചയും. അതിനാൽ സ്ത്രീകൾ സഞ്ചരിക്കുന്നത് നാളെ അത്ര അഭികാമ്യമല്ല, പ്രത്യേകിച്ച് ഗർഭിണികളും. നാളെ നിങ്ങൾക്ക് വാഹനങ്ങൾ വാങ്ങാം, പുത്തൻ പദ്ധതികൾ ആരംഭിക്കാം, ബാങ്ക് അക്കൗണ്ട് തുടങ്ങാം. വാങ്ങൽ കൊടുക്കൽ കർമ്മങ്ങൾക്ക് രോഹിണി വളരെ അനുകൂലമായ നക്ഷത്രമാണ്. നാളെ ശുഭമുഹൂർത്തങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണം. നാളെ കാലത്ത് 7:15 മുതൽ 8:45 വരെയുള്ള സമയം. അപ്രകാരം തന്നെ ഉച്ചയ്ക്ക് ശേഷം 1 മണി മുതൽ 2:30 വരെയുള്ള സമയവും എല്ലാ ശുഭകാര്യങ്ങൾക്കും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അനുകൂലമായി തീരുന്നതുമാണ്. നാളെ വെള്ളിയാഴ്ച കൃഷ്ണക്ഷേത്ര ദർശനം നടത്തുക. രോഹിണി ഭഗവാൻ കൃഷ്ണൻ്റെ നക്ഷത്രമാണ്. അപ്രകാരം തന്നെ രോഹിണി നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം ചന്ദ്രനാകുന്നു. നാളെ വെള്ളിയാഴ്ച ദേവിയുടെ ദിനമാകുന്നു. ദേവീക്ഷേത്ര ദർശനം, വിളക്കുമാല പായസം, വിവാഹ വിഷയത്തിന് അനുകൂലമാകാൻ അവിടെ സ്വയംവര അർച്ചന ചെയ്യാം. മക്കളുടെ പഠന ശ്രേയസ്സിന് വേണ്ടി കൃഷ്ണന് വെണ്ണ നിവേദ്യം ചെയ്യാം. ഇതൊക്കെ തന്നെ നല്ലൊരു മാനസികവും ശാരീരികവുമായ സ്വസ്ഥത പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളെ ലഭിക്കുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അതിശോഭനമായ നല്ലൊരു നാളെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.